അന്ധകാരത്തിൽ നമുക്ക് നിഴൽ കാണുവാനേ കഴിയുന്നില്ല. അപ്രകാരം തന്നെയാണ് നാം ഏവരുടെയും അഹങ്കാരവും. സുഖം വർദ്ധിക്കുമ്പോൾ, സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ അഹങ്കാരവും വർദ്ധിക്കുന്നതാണ്. അതുപോലെ ദുഃഖത്തിന്റെ താപം വർദ്ധിക്കുമ്പോൾ അഹങ്കാരം കുറയുകയും ചെയ്യുന്നതാണ്. പിന്നെ എപ്പോൾ ദുഃഖത്തിന്റെ ആ അന്ധകാരം നമ്മെ 4 ദിശയിൽ നിന്നും ആക്രമിക്കുന്നുവോ, അപ്പോൾ ഈ അഹങ്കാരം നിഴൽ പോലെ തന്നെ തീർച്ചയായും ഇല്ലാതാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടത്തിന്റെ ആഗമനം നിങ്ങളുടെ അഹങ്കാരത്തിന് നാശം വരുത്തുന്നു. പക്ഷെ അതിനായി സങ്കടത്തെ എന്തിനാണ് കാത്തിരിക്കുന്നത്? അഹങ്കാരം വർദ്ധിക്കാതെ നോക്കുന്നതിനേക്കാൾ അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ച് വിവേകത്തോടെ അതിനെ അകറ്റി നിർത്താൻ ശ്രദ്ധിച്ചാലും. നോക്കൂ, ഞാൻ ശ്രേഷ്ഠനാണെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കേവലം ഞാൻ മാത്രമാണ് ശ്രേഷ്ഠൻ, മറ്റാരുമല്ല. അത് പൊങ്ങച്ചമാണ്. അതിനാൽ ഈ ജീവിതത്തിൽ പതനത്തിലേക്കല്ല, പ്രണയത്തിലേക്ക് സഞ്ചരിക്കൂ. എന്നിട്ട് എന്നോടൊപ്പം സ്നേഹത്തോടെ പറഞ്ഞാലും, രാധേ.